السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സൂറ ആലു ഇമ്രാൻ 96 വരെ നമ്മൾ എടുത്തു പഠിച്ചു. 96 മുതൽ തന്നെ ഏതാനും ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ, പറയുക അല്ലാഹു അരുളിയത് സത്യം തന്നെ, അതിനാൽ നിർമ്മല ഹൃദയനായ ഋജുമാനസനായ ഇബ്രാഹിമിന്റെ പാത, ഹനീഫായ ഇബ്രാഹിമിന്റെ പാത നിങ്ങൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. ഇന്ന അവ്വല ബൈത്തിൻ വദിഅ ലിന്നാസ്, ഈ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ എന്റെ ബൈത്തുൽ മഖ്ദിസിലല്ലേ ഉണ്ടാകേണ്ടത് എന്ന ചോദ്യത്തിനാണ്. നിശ്ചയമായിട്ടും ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം അത് ലല്ലദീ ബിബക്കത മുബാറക, അനുഗ്രഹീതമായ മക്കയിൽ ഉള്ളതാണ്. വഹുദൻ ലിൽ ആലമീൻ, നിശ്ചയമായും അത് ലോകർക്കാകെ വഴികാട്ടിയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ 96-ാമത്തെ ആയത്തിൽ ഒരല്പം കൂടി പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് ഓതി തുടങ്ങിയത്. ഇന്നാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിശ്ചയമായും തീർച്ചയായും. അവൽ ആദ്യം, അവസാനം എന്നുള്ളതിനോ ആഹ്, അവലും ആഹ്, അവൽ. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലം, രാത്രി തിരിച്ചെത്തുന്ന സ്ഥലം, അഭയം എന്നാൽക്കാണ് നമ്മൾ വീടിനൊക്കെ ബൈത്ത് എന്ന് പറയുന്നത്. ആ ബാത്ത കിടന്നുറങ്ങി. വീടിന് പല പേരുണ്ട്. ദാർ എന്ന് പറയും, മൻസിൽ എന്ന് പറയും, മസ്കൻ എന്ന് പറയും, വേറെയും പലതും പറയും. അതൊന്നും വെറുതെ പറയുന്നതല്ല, ആ പറയുന്നതുമായി ബന്ധപ്പെട്ട ചില അർത്ഥങ്ങൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കി. ഇവിടെ പറയുന്ന ബൈത്ത് എന്ന് പറയുന്നത് വെറും ബൈത്തല്ല, ബൈത്തുല്ലാഹി തആല,
അള്ളാഹുവിൻ്റെ ഭവനം എന്ന നിലയിലാണ്. എന്ന് പറഞ്ഞാൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പള്ളി, മലയാളത്തിലാണ് പള്ളി. ഇപ്പോൾ പള്ളിന്ന് വേറെ, പിന്നെ അറബിയിൽ മസ്ജിദ് എന്നാണല്ലോ പള്ളി. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പള്ളിന്ന് ക്രിസ്ത്യൻ പള്ളിക്കും പറയും അല്ലേ? പള്ളി, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. മസ്ജിദ് അല്ല, അറബി പദം മലയാളത്തിൽ പറയണ സ്വിച്ച് എന്നൊക്കെ പറയണ മലയാളത്തില്. പിന്നെ മലയാളീകരിക്കുകയാണത് മലയാളത്തിൽ. ഇപ്പൊ സ്വിച്ച് എന്നുള്ളത് മലയാളമായ പോലെ അങ്ങനെയാണ്. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം, അറബിയാണ് സുജൂദ്, സജദ. പള്ളി എന്ന് പറയുന്നത് ഒരു ബഹുമാനം വെച്ച് പറയണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പള്ളി വേട്ട, പള്ളി പള്ളി ഉറക്കം, പള്ളി വാസൽ അങ്ങനെയൊക്കെ പറയും. ഇന്നൊരു കരണ്ട് പോയ മാതിരി. എവിടെങ്കിലും ഒന്ന് കല്യാണം ഉണ്ടായിരുന്നു, ആകെയുള്ളവർക്ക് നിൽക്കല്ലേ. കല്യാണം വിളിക്കുമ്പോ പറയണോ പ്ലാൻ ക്ലാസ് ഉണ്ട്, 9:30 വരാൻ കഴിയും. 9:30 കഴിഞ്ഞിട്ടുള്ള കല്യാണമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ മഹലിലുള്ള ആളുകളൊക്കെ ഈ നിക്കാഹ് നിശ്ചയത്തിന് പോകുമ്പോ 9:30 ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന സമയം എന്ന് നിശ്ചയിക്കും. അങ്ങനെ നിശ്ചയിക്കണം. അങ്ങനെ നിശ്ചയിക്കണം. എന്നെ എത്ര ആളുകളെ നിക്കാഹ് ഖുതുബക്ക് വിളിക്കും. ഞാൻ അവരോടൊക്കെ പറയൽ ഇങ്ങനെയാണ്: 9:30 കക്കോടി പരിപാടി കഴിഞ്ഞിട്ട് എത്തുന്ന ദൂരം. ഇന്നിപ്പോ എനിക്ക് പൊന്നാനിയിൽ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു 9:30 വരെ കക്കോടി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അവര് എനിക്ക് 12 മണിയാക്കി തന്നു, 10 എന്നുള്ളത്. കാരണം ഇവിടെ നടത്താനുള്ള ദൂരം കണക്കാണ്. അല്ലെങ്കിൽ ഒരു രാവിലെ 10 മണിയാക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും എനിക്ക് പൊന്നാനി ക്ലാസ് ഉണ്ട്, ഞാൻ പോവാറുന്നാല് നിങ്ങൾ എന്നെ പിടിച്ച് തച്ചിട്ടല്ല. അപ്പൊ ഇത് നടക്കൂല. അപ്പൊ ഇത് നടക്കണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ വരാത്തവരോടാണ് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ അവരോട് പറയാം. അപ്പോൾ ഇന്ന അവ്വല ബൈത്തിൻ, നിശ്ചയമായിട്ടും ആദ്യത്തെ മന്ദിരം, ആദ്യത്തെ ഭവനം, എന്ന് പറഞ്ഞാൽ വെച്ചു, എന്ന് പറഞ്ഞാൽ വെക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്ഥാപിച്ചു, നിർമ്മിച്ചു, ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ തന്നെ ഭവനം, അല്ലെങ്കിൽ ഒന്നാമത്തെ ദൈവിക ഭവനം, ഒന്നാമത്തെ പള്ളി. നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടാണ് തിരിയുന്നത്, നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടാണ് തിരിയുന്നത്, ബലിയർക്കുമ്പോൾ അങ്ങോട്ടാണ് തിരിയുന്നത്, കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ടാണ് തിരിയുന്നത്, അവസാനം മയ്യത്ത് കബറിൽ വെക്കുമ്പോ അങ്ങോട്ട് തിരിയൂല, തിരിച്ചു വെക്കുന്നത്. കാരണം അവനാൻ തിരിയാൻ കഴിയാത്തൊരു കണ്ടീഷനായി. അപ്പൊ വേറെ ഉള്ളവർ തിരിച്ചു വെക്കും. അപ്പൊ അതുവരെ അങ്ങോട്ട് തിരിയാത്തവനും എന്ത് ചെയ്യും? കാരണം ഓനൊന്നും ചെയ്യുന്നില്ല, വേറെ ഉള്ളവർ തിരിച്ചു വെക്കുക. വേറെ ഉള്ളവർ തിരിച്ചു വെക്കുന്നതിന് മുമ്പേ ഒന്ന് മുഖം അങ്ങോട്ട് തിരിച്ചേക്ക് എന്നാണ് ജീവനുള്ളവരോട് നമ്മൾ പറയുന്നത്. നമ്മൾ എങ്ങോട്ടാണോ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അങ്ങോട്ട് അങ്ങ് നടന്നു പോയി എന്ന് വിചാരിക്കുക, ഒരു സങ്കല്പം. അപ്പൊ എല്ലാവരും ഒരു പോയിന്റിൽ വെച്ചു. നമ്മൾ പടിഞ്ഞാറോട്ടല്ല തിരിയുന്നത്, ശരിക്കും കിഴക്കോട്ടും അല്ല, തെക്കോട്ടും വടക്കോട്ടും ഒന്നല്ല, നമ്മൾ കഅബയുടെ നേരെയാണ് തിരിയുന്നത്. ഈ ഹജ്ജിനും ഉംറയ്ക്കും പോണവർക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ 4 ഭാഗത്തേക്കും തിരിഞ്ഞ് നിസ്കരിക്കാൻ അവർക്ക് കഴിയും, അല്ലേ? കഅബ ഇവിടെ ആണെങ്കിൽ ഒരിക്കലും ഇവിടെ നിൽക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞു, ഒരിക്കലും അവിടെ നിൽക്കുക, അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു, പിന്നെ ഇവിടെ നിൽക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞു. അത് ദുനിയാവിൽ വേറെ എവിടെയും വെച്ച് കഴിയൂല. ഏതെങ്കിലും ഒരു ഭാഗത്തേക്കല്ലേ തിരിയാൻ പറ്റും. അപ്പൊ ദിശ എന്നതല്ല ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇതല്ല നമ്മളെ പ്രശ്നം. നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് കഅബയുടെ നേരെയാണ്. ജനങ്ങൾക്കായി ഉണ്ടാക്കിയ ഒന്നാമത്തെ ഭവനത്തിലേക്ക്.
അപ്പൊ എല്ലാ നാട്ടിലുള്ള ആൾക്കാരും അങ്ങോട്ട് തിരിയാം. അപ്പൊ നാനാ ഭാഗത്തുള്ളവർ ഒരേ പോയിന്റ്, എല്ലാവരും കൂടി ഒരു പോയിന്റിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. നിങ്ങൾ മിനാരം കണ്ടിട്ടില്ലേ? മിനാരം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മിനാരം. അപ്പൊ എന്താ കാര്യം വെച്ചാൽ എല്ലാറ്റിൽ നിന്നും അവസാനം പോയിന്റ്, ഒരു പോയിന്റിൽ എത്തുക. അതാണ് മിനാരത്തിന്റെ ഒരു സംഗതി. അതാണ് ഒരു പോയിന്റിലേക്ക് അവസാനം എത്തിച്ചു. അപ്പൊ ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബ, അവിടേക്ക് തിരിച്ചു വെച്ച എല്ലാ പള്ളികളുടെയും, ആ കഅബയുടെ നേരെയാണ് നമ്മുടെ എല്ലാ പള്ളികളുടെയും മിഹ്റാബ് വെച്ചിട്ടുണ്ടാവുക. എല്ലാ പള്ളികളുടെയും അടിസ്ഥാനപരമായ ഒരു സംഗതി ലിന്നാസ്, ജനങ്ങൾക്ക് എന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പള്ളി ഉണ്ടാക്കിയിട്ട് നടത്തിയ ആദ്യത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ്? ബലദൻ ആമിന, അല്ലെ? അതേപോലെ തന്നെ മഫാബത്തൻ ലിന്നാസി വ അംന, ജനങ്ങൾക്കുള്ള അഭയ കേന്ദ്രമാക്കണമേ, നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കണമേ. അഭയ കേന്ദ്രം പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. ഈ നടക്കാത്ത കാര്യത്തിനാണ് പൊതുവിൽ നമ്മളങ്ങനെ പറയല്, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അല്ലെ? ഒരു കാര്യം നടക്കൂലെങ്കിൽ. പക്ഷെ ശരിക്കും അങ്ങനല്ല, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, കാര്യം ഉണ്ടാവും. അപ്പൊ ഇത് കളിയാക്കിയിട്ടല്ല, കാര്യത്തിൽ പറയാൻ പാകത്തിലായിരിക്കണം നമ്മുടെ പള്ളി. അവിടെ പോയി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. നിങ്ങളെ കുടുംബ പ്രശ്നമാണോ, നിങ്ങളുടെ സ്വത്ത് തർക്കാണോ, നിങ്ങളുടെ തൊഴിലിന്റെ പ്രശ്നമാണോ, നിങ്ങളുടെ തന്നെ സ്വന്തം അസ്വസ്ഥതയാണോ, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനാണോ, അനന്തരാവകാശത്തെ കുറിച്ച് അറിയാനാണോ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണോ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അതൊന്ന് കേട്ടുതരാൻ ആരുണ്ട്, അങ്ങനെ എല്ലാറ്റിനും കഴിയുന്ന ഒരു കേന്ദ്രമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ഊമകളാണ്. ഓൽക്കൊന്നും ഉണ്ടാകാൻ കഴിയില്ല, കാരണം ഓൽക്ക് ബംഗാളി അറിയുള്ളൂ. ഇമാമിങ്ങൾക്ക് പാങ്ക് കൊടുക്കുന്നവർക്കൊക്കെ ബംഗാളി ഭാഷ അറിയുള്ളൂ. ഞമ്മക്കാണെങ്കിൽ മലയാളവും അറിയുള്ളൂ. പിന്നെ ഗൾഫിലൊക്കെ പോയി വന്ന ചില ആൾക്കാർ ഹിന്ദി ഒക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. ഓല് പോയിട്ട് വീട്ടുകളോട് ഹിന്ദി പറയും. ഓൽക്ക് പിന്നെ ഹിന്ദി അറിയില്ല, കാരണം ഓല് ബംഗാളിയാണ്. ഇന്ത്യയില് ബംഗാളികൾക്കും മലയാളികൾക്കുമാണ് ഹിന്ദി വളരെ തീരെ അറിയാത്തത്. പക്ഷെ ഓല് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഹിന്ദിയൊക്കെ പറയും. നമ്മൾ ഹിന്ദി പറയണമായി. പള്ളിയിൽ ആരുണ്ടാവുക? പള്ളിയുടെ ചുമതല ആർക്കാണ്? പള്ളി സംരക്ഷിക്കുന്നവരെ കുറിച്ച് വേറെ പറയുന്നു. അധികാരത്തിൻ്റെതല്ല, ഇത് ചുമതലയുമായി ബന്ധപ്പെട്ട കേസാണ്. അവരാണ് ഇതിനൊക്കെ സംവിധാനം ഉണ്ടാക്കേണ്ടത്. ആര്? ഇന്നമായ അള്ളാഹുവിന്റെ മസ്ജിദുകൾ ഭരിക്കുന്നവർ. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ വിശദാംശങ്ങളുടെ ഒരു കിതാബല്ല, സൂചനകളാണ് പറയാ, അടിസ്ഥാനങ്ങളാണ് പറയാ. വിശദാംശങ്ങൾ പറയില്ലല്ലോ സാധാരണക്ക്. ഇത്ര റക്അത്ത് ഇങ്ങനൊന്നും പറയില്ലല്ലോ. പക്ഷേ പള്ളി ഭരിക്കുന്നവരെ കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുക. ഇന്നമായ മസാജിദുല്ലാഹ് من آمن بالله واليوم الآخر وقام الصلاة وآتى الزكاة ولم يخش إلا الله. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവര്, നമസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് നൽകുന്നവർ, വലം യഖ്ഷ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാണ്ട് വേറെ ഒന്നിനെയും പേടിക്കാത്തവർ. ആരെങ്കിലും ഒന്ന് കണ്ണെത്തുമ്പോഴേക്ക് പേടിക്കരുത്, ആരുടെയും പ്രലോഭനത്തിൽ വീഴരുത്, ആരെങ്കിലും പ്രകോപിച്ചാൽ അതിൽ വീണു പോയരുത്. ജനങ്ങൾ അന്നാസു അജ്നാസും, ജനങ്ങൾ പലജാതിയാണ്. പലജാതി ജനങ്ങൾ പലതും പറയും. അപ്പൊ അതിലൊന്നും എന്താവാൻ പാടില്ല എന്ന് വെച്ചാൽ ഭാരവാഹികൾ വീണു പോകാൻ പാടില്ല, സങ്കടവും വരാൻ പാടില്ല, മിതാവേശം ഉണ്ടാവാൻ പാടില്ല. അവര് വളരെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ നിൽക്കണം.
അവർ ഒരുക്കി കൊടുക്കേണ്ടുന്ന സംവിധാനങ്ങളാണ്, സൗകര്യങ്ങളാണ് ഈ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന സൗകര്യങ്ങൾ. അതിലേറ്റവും പ്രധാനം അവിടുത്തെ ഇമാമും അവിടുത്തെ മുഅദ്ദിനും ഒക്കെയാണ്. കാരണം അവരാണ് എപ്പോഴും പള്ളിയിൽ ഉണ്ടാവുക. പക്ഷെ അവരുടെ സ്ഥിതിയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല. കാരണം അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയണവർക്ക് മനസ്സിലാവില്ല. പിന്നെ കഷ്ടപ്പെട്ട് ചിലപ്പോ സഫ് ശരിയാക്കൂ എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതോര് പറയും. എങ്ങനെയാ ശരിയാക്കേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാൻ നമുക്കറിയില്ല. അങ്ങനെ ഓരോ ഭാഷ വേറെയാണ്, നമ്മുടെ ഭാഷ വേറെ. നമ്മൾ സാധാരണ എല്ലാ കാര്യത്തിലും ഭയങ്കരമായ ഫിഖ്ഹൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കാലത്ത് മൗമൂമിങ്ങളെ ഭാഷ അറിയാത്തൊരു ഇമാം ഓൽക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഈ ഖുതുബയൊക്കെ മലയാളത്തിലാക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? മനസ്സിലാവണം എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാവണമെന്ന് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഖുതുബ മലയാളത്തിലാക്കുന്നത്, അല്ലേ? പക്ഷെ ഇതിപ്പോ എന്താന്ന് മനസ്സിലാവണില്ല. ഇതിപ്പോ എന്താണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഓക്കെ, കാരണം ഓല് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓല് ക്ലീൻ ചെയ്ത പോലെ പണിയെടുത്താൽ മതി. ഇമാം നിൽക്കുന്നിടത്ത് അവിടുത്തെ ഇമാം ആരാവണം, എന്താ? ഇനിയിപ്പോ ബംഗാളികളെ കൊണ്ട് ഖുതുബയും കൂടി പറയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ അതും അറിയില്ല. കാരണം ഇറ്റുകൾ ലീവാക്കൂല. അതാണ് ഏറ്റവും വലിയ ഗുണം. കമ്മിറ്റിക്കാർ പറയണെന്ന് വെച്ചാൽ തലവേദന ഇല്ല. മറ്റേത് അമ്മ മരിച്ച്, പെങ്ങളെ വീട്ടിലെ കല്യാണം ഉണ്ട്, അയലൊക്കത്ത് വീട്ടുകൂടലുണ്ട്, ഓളെ ഡോക്ടറെ കാണിക്കാൻ പോകാണ്ട്, ഇപ്പൊ ഫോൺ വന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ വന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഉച്ചക്കത്തേക്ക് ആളെ നോക്കണം, വൈകുന്നേരത്തേക്ക് വേറെ. ഈ ജാതി ഒരു പണിയും ഇവരെ സംബന്ധിച്ചില്ല. ഇവരങ്ങനെ നിന്നോളും, ഇവര് പൊയ്ക്കോളും. പലരും പോയാൽ പിന്നെ വരികയില്ല. പോലെ ആളാക്കും. പോലെക്കാൾ കഴിവ് കുറഞ്ഞവരെയാണ് ബുദ്ധിയുള്ളവരാക്കുക. അങ്ങനെ അല്ലാണ്ടാക്കി പോയിട്ട് പണി പോയാലും എനിക്ക് നേരിട്ടറിയാം. എന്തായാലും ഞാൻ നിൽക്കുന്ന പള്ളിയല്ലേ, അവിടെ നല്ല പാരായണമുള്ള ആളെ നിർത്താൻ വിചാരിച്ചിട്ട് അവിടുന്ന് ഏതോ മുസഫറാബാദോ ഇവിടുന്ന് ആരോ കൊണ്ടുവന്ന് നിർത്തി. ഇയാൾക്ക് 2 മാസം നാട്ടിൽ പോയാൽ ഇവിടെ വന്ന് ഇയാൾ ഒത്തുകിട്ട് നോക്കിയപ്പോൾ കമ്മിറ്റി ഇയാൾ വരികയും മറ്റാളോട് ഫോൺ ചെയ്ത് പറഞ്ഞ് ഇനി നിങ്ങൾ വരണ്ടാണ്. അപ്പൊ എന്നിട്ട് ഓനോന്റെ ബാഗും സാധന സാമഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വന്നിട്ട് പോകുമ്പോഴുള്ളൊരു ഓന്റെ മുഖം നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? ഞാൻ പറയുന്നത് അതൊക്കെ തൊഴിൽ പ്രശ്നങ്ങളാണ്. അപ്പോ ഈ സ്വഭാവത്തിലായാൽ എങ്ങനെയാണ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നത് ശരിയാവുക? ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എന്നത് എങ്ങനെ ശരിയാവും? ജനങ്ങൾക്ക് വേണ്ടി എന്നത് എങ്ങനെ ശരിയാവും? അപ്പൊ നമ്മുടെ മസ്ജിദുകൾ യഥാർത്ഥത്തിൽ ഒരു ദഅവ കേന്ദ്രമായിരിക്കണം, ഒരു ഇസ്ലാഹി കേന്ദ്രമായിരിക്കണം, ഒരു തർബിയ കേന്ദ്രമായിരിക്കണം. അങ്ങനെയാണ് വേണ്ടത്, ശരിക്കും വേണ്ടത് അങ്ങനെയാണ്. അതാണ് അതിന്റെ ഫുൾ ഫങ്ഷൻ. അപ്പൊ ഒരാൾക്ക് പള്ളി കണ്ടു കയറി വന്നു, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാവും. നമ്മളെ പള്ളിയിൽ വന്ന ഇസ്ലാമിന് മനസ്സിലാവുമോ? ഒരാൾക്ക്, ഒരു മുസ്ലിമായ ഒരാൾക്ക് കയറി വന്നു, അയാൾക്ക് അറിയേണ്ടതായ പല കാര്യങ്ങളുണ്ട്, ദീനിയായ കാര്യങ്ങൾ അറിയാൻ കഴിയണം. അയാൾക്ക് വായിക്കാനുള്ള പുസ്തകം അവിടെ വേണം, അയാൾക്ക് ഇരിക്കാൻ കഴിയണം, അയാൾക്ക് വിശ്രമിക്കാൻ കഴിയണം, അയാൾക്ക് ചോദ്യം ചോദിക്കാൻ അവിടെ ആളുണ്ടാവണം. ഒരാൾക്ക് സങ്കടം വന്നു, അത് വന്ന് പറയാൻ കേൾക്കാൻ പറ്റുന്ന ഒരു ഒരു പോസിറ്റീവ് മനസ്സുള്ള, മുഖഭാവമുള്ള ഒരാളായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി എന്നുള്ള നിലയിൽ എന്തെല്ലാം സങ്കടങ്ങൾ അനുഭവിച്ച ആളാണെന്നറിയാം. എത്ര പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ് നബി. പക്ഷെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഖത്തോടെ ആരെയും കണ്ടിട്ടില്ല. എനിക്ക് വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുട്ടികൾ മരിച്ചിട്ടുണ്ട്, ഇല്ലേ? ഒരുപാട്, അത് എന്നെ പറയാൻ ഇനി ഒരുപാട് നമ്മൾ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ എന്നാലും നബി എല്ലാവരോടും എന്തായിരിക്കും? പ്ലസന്റ്, വളരെ പുഞ്ചിരിയായിരിക്കും. സങ്കടങ്ങളൊക്കെ വേറെ. ആളുകളോട് പ്രസരിപ്പിക്കുന്നത് എന്തായിരിക്കും? പുഞ്ചിരി. ഇതാണ് ഒരു ക്വാളിറ്റി. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ളവരെ കിട്ടുമെന്ന് വെച്ചാല് നല്ലോണം ട്രെയിൻ ചെയ്യണം അത്തരം ആളുകളെ. ഒരു പള്ളിയിൽ ഇമാം നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ പണിക്ക് കഴിയാണ്ടായാല് നിൽക്കുക എന്നുള്ളതിന് പകരം
കൃത്യമായ ട്രെയിനിങ്ങും ഒക്കെ നൽകി അതിന് പാകത്തിലുള്ള ഒരാളായിരിക്കണം. ആ കൃത്യമായ ട്രെയിനിങ്ങും ഒക്കെ സ്വീകരിക്കാനും അതിന് പൈസ ചെലവാക്കാനും അതിന് പോകാനും ഒക്കെ ഒരാൾ മെനക്കെടണമെങ്കിൽ പള്ളിയിലെ പണി എന്ന് പറയുന്നത് എന്തായിരിക്കണം? മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു വിലയും നിലവാരമുള്ള പണിയായിരിക്കണം. ശമ്പളത്തെക്കാൾ പ്രധാനമാണ് ഡിഗ്നിറ്റി. ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ട ഏറ്റവും പ്രധാനം ശമ്പളമല്ല. ശമ്പളം അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ശമ്പളം മാത്രമല്ല, നമ്മുടെ ടൗണിലൊക്കെ ഉള്ള ജ്വല്ലറികളിൽ, ടെക്സ്റ്റൈൽസുകളിലൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാർക്ക് ഒക്കെ ഉള്ള ശമ്പളം അപാര ശമ്പളമൊന്നുമല്ല അല്ല. പക്ഷെ അയാൾ രാവിലെ കുളിച്ച് മാറ്റി ഇൻസൈഡൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ടൊക്കെ പോളിഷ് ചെയ്ത് നല്ല ടിപ്പ് ടോപ്പിൽ പോകും. എന്താ പോകാൻ കാരണം? എവിടെയാണ് നിനക്ക് പണി? ഞാൻ ഇന്ന ജ്വല്ലറിയിലാണ്, അവിടുത്തെ സെയിൽസ്മാൻ ആണ്, അവിടുത്തെ സെയിൽസ് മാനേജറാണ്, അവിടുത്തെ സൂപ്പർവൈസറാണ്. അങ്ങനെയാണ് മനസ്സിലാകണം. ചിലപ്പോ അവനേക്കാൾ തോന്നും കൂലി കിട്ടുന്ന വേറെ പല ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ആ പണി അങ്ങനെ പറയാൻ ഉണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ ജോലി, എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ മസ്ജിദ് ഇമാമാണ് എന്ന് പറയണമെങ്കിൽ ആ ഇമാമാണല്ലേ എന്ന് ഉമ്മത്ത് മുസ്ലിമേൽ ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ഇമാമ എന്ന് ചോദിച്ചാൽ പിന്നെ ആരെങ്കിലും ഇമാമാണുണ്ടാവും. അതെല്ലാത്തിലും, വിവാഹ മാർക്കറ്റില്, ബാക്കിയുള്ള സംഗതികളില്, ഇടപാടില്, എല്ലാത്തിലും ആ ഡിഗ്നിറ്റി വളരെ പ്രധാനമാണ്. ക്രൈസ്തവ സമൂഹം ഇതിന് നമുക്ക് നല്ലൊരു മാതൃകയാണ്. അച്ഛൻ എന്ന് പറഞ്ഞാല് അതൊരു അച്ഛൻ തന്നെയാണ് അല്ലേ? അയാളോട് ചോദിക്കാണ്ടൊരു സംഗതിയില്ല, അയാളില്ലാതെ ഒരു കാര്യമില്ല. അയാളെ വലിയ നീളം കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നത് കണ്ടാൽ എല്ലാവരും എന്ത് ചെയ്യും? വേഗം എണീറ്റ്. നമ്മളെ ഉസ്താദ് നീളം കുപ്പായിട്ട് വന്ന് എന്ന് ചോദിച്ചു. രണ്ടും കുപ്പായത്തിന് നീളമില്ലാത്തല്ല പ്രശ്നം, കുപ്പായത്തിന് നീളമില്ലാത്തതല്ല, വെള്ള നിറമില്ലാത്തതല്ല അല്ലേ? അവര് കുപ്പായത്തിന്റെ മുകളിൽ വലിച്ചിട്ടു ചിലപ്പോ. ഏത് ഇൻസൈഡല്ല, മറ്റേ വലിയ നീള കുപ്പായത്തിന് അതൊന്നും പ്രശ്നമല്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ അവരെ കയ്യിലും തസ്ബീഹ്മാലുണ്ടാവും, ഒരു തൊപ്പിയിട്ടുണ്ടാവും, ഒരു താടി നീട്ടിണ്ടാവും. അപ്പൊ പ്രശ്നം എന്താണ്? തൊപ്പിയും താടിയും തലക്കെട്ടും കുപ്പായൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരെയും എവിടെ വെക്കുന്നു എന്നതൊരു പ്രശ്നമാണ്. അതില് മുമ്പുള്ളവരൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയിരുന്നു. നമ്മുടെ പ്രായം നോക്കിയിട്ടല്ല അവരോട് പെരുമാറേണ്ടത്. മസ്ജിദിലെ ഇമാമിങ്ങളോട് പെരുമാറേണ്ടത് പ്രായം നോക്കിയിട്ടല്ല. അപ്പൊ പേര് വിളിക്കുക, ഈ എന്ന് പറയാ, എവിടെ നിന്നടാന്ന് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോ അവര് നമ്മളെ നേതാവാവൂല. അവരെന്ത് ചെയ്യും? അപ്പോലെ നമ്മളെക്കാൾ താവും, എല്ലാ കോലത്തിലും താവും. നമ്മളൊരാളെ എന്ത് ചെയ്യണം? നമ്മളെ മക്കൾ തന്നെ നമ്മൾ അവർക്ക് സ്ഥാനം കൊടുക്കുമ്പോഴേ അവർക്ക് സ്ഥാനം കിട്ടുള്ളൂ. നമ്മളെ സ്വന്തം മക്കൾക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുമ്പോഴേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ? അംഗീകാരം കിട്ടുള്ളൂ. ചില ആൾക്കാർ അംഗീകാരം കൊടുക്കൂല. ഇജ്ജ് ആയില്ലടാ, ഇജ്ജ് അതിനകത്ത് ആയില്ല, ഇജ്ജ് പോണ്ട, ഓനെ ഏൽപ്പിക്കല്ലേ എന്ന് പറയും. അപ്പൊ എല്ലാ കാലത്തും എന്താവും? അതേ സമയത്ത് നമ്മളൊരു പടി, ഒരു പരിഗണന, ഒരു അംഗീകാരം, ചില കാര്യം അവനോട് ചോദിക്കുക, ചിലത് അപ്പൊ എന്താന്ന് വെച്ചാൽ ആള് എല്ലാത്തിലും ഇത് ബാധകമാണ്. അപ്പൊ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എന്നാണ്. അപ്പൊ കഴിഞ്ഞ മുമ്പിന് പള്ളിയിൽ ഞാൻ വന്നില്ലല്ലോ ഒരു ക്ലാസ്സിന് അല്ലേ, ഇത്തികാഫ് ആയതുകൊണ്ട്. അപ്പൊ ഒരു ദിവസം ഉച്ചക്ക് ളുഹർ ബാങ്ക് കൊടുത്ത് നിസ്കാരം തുടങ്ങാൻ ഏകദേശം സമയമായപ്പോണ്ട് ഒരാള് പള്ളിയിലേക്ക് വരും, ഒരു മനുഷ്യൻ. അപ്പം ഒരു മനുഷ്യനല്ലല്ലോ, ഇഷ്ടംപോലെ ആള് വരില്ല പള്ളിയിൽ. ഈ മനുഷ്യൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിട്ടാണല്ലോ. അപ്പൊ അയാൾ പള്ളിയിൽ കയറുന്നില്ല, അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആരും എന്നെ വിളിച്ചു കൊണ്ടുവന്നു നോക്കി. ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറയണേ, ഞാൻ ഈ ബാങ്ക് കേട്ടിട്ട് വരികയാണ്, എനിക്ക് ആ ബാങ്ക് വിളിച്ച ആളൊന്ന് കാണാനാണ്. ഞാൻ അവനോട് കാണാനോ വരും. അല്ല, ഞാനൊരു അമുസ്ലിമാണ്, എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ കാല് കഴുകിയിട്ട് ഞാൻ കയറിക്കോ, നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്, ഇപ്പം നിസ്കാരം തുടങ്ങും. അപ്പൊ നമുക്ക് സംസാരിക്കാൻ നേരമില്ല, നമ്മളൊരു കാര്യം ചെയ്യും, അടുത്ത് കയറി ഇരിക്കി, നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അയാൾ മടിച്ചു കയറി, കാലൊക്കെ കയറി
കൈമേൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് ക്യാമറ പുറത്തു വെക്കണ്ട, യാത്രക്കാരൊക്കെ വരികയും പോവുകയും ചെയ്യും, കയ്യിൽ തന്നെ വെച്ചു. അങ്ങനെ അയാളകത്ത് കയറ്റിയിട്ട് നമ്മൾ നിസ്കരിക്കാം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു നിശ്ചയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ബാങ്കിനെ കുറിച്ചാണ് വിശദീകരിച്ചത്. ബാങ്കിന്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാൾ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇയാൾ പറഞ്ഞു, ഞാൻ കുരിശുപള്ളീൻ്റെ അടുത്ത് വന്നാണ്, അവിടുന്ന് ഈ ബാങ്ക് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം എന്നോട്. അങ്ങനെ ഞാൻ ബസ് കയറി പോകാൻ നോക്കുമ്പോൾ എനിക്ക് പോകാൻ കഴിയണില്ല, എനിക്ക് ബാങ്ക് വിളിച്ച ആളെ കാണും, അങ്ങനെ വന്നതാണ്. ഞാൻ അവിടെ ഇത്തികാഫിൽ ഇരുന്ന ഒരാളാണ് ബാങ്ക് കൊടുത്തത്. അത് വിളിച്ച് കാണിച്ചു, കുറേ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് പള്ളിയുടെ ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പള്ളിയിൽ കയറുന്നത്. അതൊക്കെ അതിന് ഭയങ്കര രസം. അങ്ങനെ പള്ളിയുടെ അകത്ത് കൊണ്ടുപോയി മെഹ്റാബ് കാണിച്ചു, മിമ്പർ കാണിച്ചു, സംഗതികളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞങ്ങളൊക്കെ പള്ളിയിൽ കപ്പ്യാരുണ്ടാവും, ആ സ്ഥാനത്ത് ഇവിടെ ആരാന്ന് വെച്ചു. ആ സ്ഥാനത്ത് ഇവിടെ ആരുമില്ല. ഇവിടെ എന്നെ ആൾക്കാരെ ഇമാം ഉണ്ടാവും, ഒരു മുഅദ്ദിൻ എന്ന് പറയും, ബാങ്ക് വിളിക്കുന്ന ആളുണ്ടാവും. പക്ഷെ ബാങ്ക് വിളിക്കൽ ഒരിക്കലും ഒരു താണ ഒരു കാര്യമല്ല, ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. അതിന് ഇന്ന ആൾ തന്നെയൊന്നുമില്ല. ഇപ്പൊ ഇന്നെ ഇപ്പൊ ബാങ്ക് വിളിച്ചത് ഇവിടുത്തെ മുഅദ്ദിനല്ല, വേറൊരാളാണ്. ഇമാം എന്ന് പറയുന്നതിന് പ്രത്യേക ഒരു കോലവും സംഗതി ഒന്നുമില്ല. ഞാൻ അവിടുത്തെ ഇമാം, എന്നെ കണ്ടിട്ട് മനസ്സിലായി. അപ്പോ അതുകൊണ്ട് ഇങ്ങനെ, ഇനി നിങ്ങൾക്കും ഇമാമുക്കാം. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ ഓതാൻ അറിയാമെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചാൽ വൈകുന്നേരത്തെ നിസ്കാരത്തിൽ നിങ്ങൾക്കും ഇമാമുക്കാം. ഒരു പട്ടം ഇതിനാവശ്യം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം അയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പോകാൻ നേരത്ത് അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പാക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങുന്നില്ല. ഞാൻ നിർബന്ധിച്ചു. അപ്പൊ അയാൾ വാങ്ങി. എന്നിട്ട് അയാൾ എന്നോട് സ്വകാര്യത്തിൽ ചോദിച്ചു, ഇതെന്താണ്? ഞാൻ കുറച്ച് ഈത്തപ്പഴാണ്, അല്ല അതല്ല, ഇത് എന്താണ്? ചാരിറ്റി ആണെങ്കിൽ ഇത് വാങ്ങാനുള്ള അർഹത എനിക്കില്ല, ഞാൻ ദരിദ്രനല്ല, ഞാൻ വന്നത് ചാരിറ്റി അല്ല, അത് ഗിഫ്റ്റാണ്. അങ്ങനെയാണ് എനിക്ക് വലിയ സന്തോഷം, എനിക്കിഷ്ടമായി. നിങ്ങൾ ആലോചിച്ചു, ഒരു ദാനമാണെങ്കിൽ മൂപ്പർക്കത് വേണ്ട, കാരണം അത് വാങ്ങേണ്ട ഒരു അർഹത ഉള്ള ആളല്ല. അതേസമയം സമ്മാനമാണെങ്കിൽ ഓക്കെ, എനിക്ക് സന്തോഷം. അപ്പൊ അയാളുടെ ഒരു വാല്യൂ ഉണ്ടല്ലോ, നിങ്ങൾ അതൊക്കെ ഒരു സംഗതിയാണല്ലോ. അതെ, ഞാൻ പറയുന്നത് പള്ളിയിലേക്കാൾ വരാൻ പാകത്തിലുള്ള ബാങ്ക് കൊടുക്കണം. മനസ്സിലായോ? ചില ബാങ്ക് കേട്ടാ പള്ളിയിൽ പോകാൻ വിചാരിച്ച ആളിന് പോവില്ല. അപ്പൊ അതിന് മൈക്ക്, സൗണ്ട് സിസ്റ്റം അതൊക്കെ റെഡി ആയിരിക്കണം. ബാങ്ക് കൊടുക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം, ആരെങ്കിലും ഒരാളല്ല. ഇമാമ് നിൽക്കുന്ന ആള് അതിൻ്റെതായ രീതിയിലായിരിക്കണം, അതിന്റെ വൃത്തിയും മെനയും സംഗതിയൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടല്ലോ. ജനങ്ങൾക്ക്, ലിന്നാസ്, ആർക്കും കയറി വരാം. അതുകൊണ്ടാണ് ഒരു ദഅ്വാ കേന്ദ്രമായിരിക്കണം. ഇപ്പൊ ഞാൻ ആ പറഞ്ഞു കൊടുത്ത സംഗതി മനസ്സിലാക്കി കൊടുത്ത കാര്യമൊക്കെ ഒരു ബംഗാളി ഇമാമാണ് എന്ത് ചെയ്യും, നിങ്ങളാ ആര് വന്നാലും അപ്പോ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിമാണ്. ആ മുസ്ലിമായ ഒരാൾക്ക് അയാൾക്ക് ചോദിക്കണം, ഞാന് പിന്നെ നോമ്പ് ഇങ്ങനെ രണ്ടെണ്ണം വിട്ടുപോയി, അപ്പൊ അതിനെന്താ ചെയ്യാ, അതെപ്പോഴാണ്, ഇതൊക്കെ ചോദിക്കണ്ടേ? അപ്പൊ ഭാഷ ഒരു വലിയ വിഷയമാണ്. പിന്നെ ഒരാൾക്കൊരു സങ്കടം, ടെൻഷൻ മാറുന്നില്ല, എന്താ ചെയ്യാ, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്, ആളായതാണ്. അപ്പൊ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഭവനം. നാട്ടിലുള്ള മൊത്തം പള്ളിയും എന്തായിരിക്കണം, ആ സ്വഭാവം. അപ്പൊ പള്ളി കഅബക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ദിശ മാത്രമല്ല, അതിന്റെ കോൺസെപ്റ്റ് തന്നെ എന്തായിരിക്കണം, ഇങ്ങനെ. ഞാൻ പടച്ചമ്പുരാനോട് പറയും, കക്കോടിയിൽ ഖുർആൻ ക്ലാസ്സിന് വന്ന മഹല്ല് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള എല്ലാവരോടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിന്റെ ബാധ്യത ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പിന്നാരോട് പറയാനും അതാണ്. അപ്പൊ നിങ്ങളൊക്കെ അതിന് സാക്ഷികളാണ്. ആ പ്രസിഡന്റിനോട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രസിഡന്റ് ഫ്രീ ആവും.
അതിന്റെ വിഷയം എന്താന്ന് വെച്ചാല് ഏതോ ഒരു സ്ഥലത്ത് ഒരു ദിവസം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഇതൊരു പ്രോസസ്. ഇതിലേക്ക് ഒരാൾക്ക് ഇപ്പൊ നിങ്ങൾ അറിയോ കേരളത്തിൽ എത്ര അറബി കോളേജുകളുണ്ട്? അവിടെയൊക്കെ ധാരാളക്കണക്കിനായ ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്. ഈ പഠിച്ചിറങ്ങുന്ന കഴിവുള്ള, കാഴ്ചപ്പാടുള്ള, ശേഷിയുള്ള ഒരാൾക്ക് ഇത് ചൂസ് ചെയ്യാൻ തോന്നണ്ടേ? അത് തോന്നണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ്. അതെ, ആ ഡിഗ്നിറ്റി നമ്മൾ കൊടുക്കണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മളത് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ വരി നിൽക്കും. ഞാൻ പറയുന്നത് ബംഗാളികളല്ല, നമ്മളെ നാട്ടിലുള്ള നല്ല യോഗ്യതയുള്ള ആളുകൾ തന്നെ അപ്ലിക്കേഷൻ നൽകിയിട്ട് ഇന്റർവ്യൂവിന് ഹാജരാവും. എങ്ങനെയാണെങ്കിൽ ആ ഡിഗ്നിറ്റി. അപ്പൊ അത് ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടതല്ല, നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. ആ കാര്യം ഉണ്ടാക്കി. അപ്പൊ ഇതൊരു ഫ്രീ ആയിട്ട് ചെയ്യേണ്ട, ഇതൊരു ദാനം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങളൊരു വൈദ്വാനായതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ തരികയാണ്, ശരിക്കും നിങ്ങളത് ഫ്രീ ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിൽ ഒരാൾക്ക് പൈസ കൊടുത്തു നോക്കിയാല് അതിന് ഇതൊന്നും ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രശ്നം. അതേപോലെ തന്നെ പലപ്പോഴും നമ്മളൊക്കെ പിന്നെ നമ്മളെന്ന് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാല് വേറെ ആരോ പറ്റി പറയല്ല എന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. പള്ളിയിൽ ഇമാമിന് വളരെ കുറഞ്ഞ ശമ്പളം കൊടുക്കും, എന്നിട്ട് അയാൾക്ക് വീടുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക പിരിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ അയാൾക്ക് നല്ല ശമ്പളം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് സ്വന്തം വീടുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കണതിനൊരു അന്തസ്സും ഉണ്ടാവും. അതേ സമയത്ത് അവിടെ നിങ്ങൾ കുറച്ചിട്ട് പിന്നെ ഇത് കൊടുക്കുമ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു വിധേയത്തായിരിക്കും. മയിലുണ്ടായി തന്നെ അതിനങ്ങനെ കുനിയാൻ സമ്മതിക്കുന്നത്. അപ്പൊ നമ്മളെ നേതാവിനെ നമ്മൾ കുനിയാൻ അനുവദിക്കുമ്പോ കുനിഞ്ഞ നേതാവിന്റെ അനുയായികളായിരിക്കും നമ്മള് ബന്ധു. അതായത് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. നിങ്ങളെ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ പോരണ്ടായി കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കോളേജ് പ്രിൻസിപ്പാളിന് പോരണ്ടായി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അയാൾക്ക് അല്ലാണ്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഇതിന് വന്ന ഒരാൾക്ക് ഉണ്ടാക്കാനും കഴിയില്ല, മുള കെട്ടിക്കാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ നല്ല മനസ്സുകൊണ്ടും നമ്മുടെ തത്വാബോധം കൊണ്ടും നമ്മളെ ഇമാമ് നല്ല പോലെ താമസോട്ടം വിചാരിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഉണ്ടാക്കും, ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്കും. അപ്പൊ എന്തായി? നമുക്ക് സന്തോഷമായി, അയാൾക്കും സന്തോഷമായി. പക്ഷെ അയാളുടെ സന്തോഷം ദാനം കിട്ടിയ സന്തോഷമാണ്. മനസ്സിലായോ? അപ്പൊ എന്താന്ന് വെച്ചാൽ അയാൾ എപ്പോഴും ഭാരവാഹികളെ കാണുമ്പോ ആ ഒരു വിധേയത്വം പ്രകടിപ്പിക്കും. ഞാൻ പണ്ട് വയനാട്ടിലെ പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഉപ്പാന്റെ ഒരു സുഹൃത്തും ഒരു പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ഒരാളവിടെ വേറൊരു പരിപാടിക്ക് വന്നപ്പോ തന്നെ കണ്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, കയ്യിൽ പൈസ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഞാൻ പഠിച്ചോനെ മൂപ്പർക്ക് എന്തോ പൈസ ആവശ്യമായിട്ട് ചോദിക്കായിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, മൗലവി ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമാക്കണ്ട, ഞാൻ വാങ്ങിത്തരാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് പൈസ ആവശ്യമായിട്ടല്ല, പുരയിലെത്താനുള്ള ബസ്സിന് പൈസ കയ്യിലില്ലാണ്ട് മിമ്പർമ കയറരുത്. പുരയിലെത്താനുള്ള ബസ്സിന് പൈസ പേഴ്സിലില്ലാതെ എന്ത് ചെയ്യരുത്? മിമ്പർമ കയറരുത്. കാരണം ദീനനുസരിച്ച് പറയേണ്ടത് പറഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ബസ്സിന് പൈസ എന്ന് പറയേണ്ടി വരരുത്. അങ്ങനെ മനസ്സിലായോ? ഭയങ്കര ഉപദേശമാണ്. ഞാൻ ആ ഉപദേശം അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിച്ചു കുട്ടികളെ. അതുകൊണ്ട് എപ്പോഴും പൈസ ഉണ്ടാവുന്നതല്ല, എപ്പോഴും പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്. അപ്പോ ഈ ഡിഗ്നിറ്റി ചിലരത് പിടിച്ചു വാങ്ങും, എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളണം. നിങ്ങൾക്ക് സംഗതി മനസ്സിലായല്ലോ അല്ലേ? ലല്ലതി ഉണ്ട്, കുറെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സമസ്തക്കാരുടെ പള്ളിയിൽ 100% മലയാളികളായി ഇമാമി. 100% മലയാളികളാണ്. അവരൊരു ചെറിയൊരു കുഞ്ഞനാണ് ഇമാമുക്കണമെങ്കിൽ പോയിട്ട് ഓനോട് പിന്നെ പേര് വിളിക്കൂല. അപ്പൊ നമ്മൾ വിചാരിക്കും അത് പൗരോഹിത്യാണ്. പക്ഷെ സംഗതി എന്താണ്?
അതാണ് അങ്ങനെ സംഭവം. നമ്മൾ ചിലപ്പോ പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ഉള്ളപ്പോ ഞാൻ ഖത്തീബായിരുന്ന ഒരു പള്ളിയിൽ സ്ഥലം ഒന്ന് ചോദിക്കരുത്. അവിടെ ഒരു പാവപ്പെട്ട ഒരു മുഅദ്ദിനുണ്ടായിരുന്നു, വളരെ സാധു. അപ്പൊ അവിടെ വലിയൊരു പൗരപ്രമുഖനായ ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോ ഇദ്ദേഹം ഇങ്ങനെ കൂടി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സലാം അലൈക്കും നമ്മൾ ഭാഗത്തുക്കന്ന്. വലൈക്കും സ്ലാം. അന്ന് പിന്നെ എ സിയും ഫുൾ ക്ലോസ്ഡ് ഒന്നല്ല, പള്ളി വളരെ തുറന്നെടുക്കുന്ന കാലമാണ്. അരെ അപ്പൊ ഇയാളവിടെ നിന്നെല്ലാം കൂടി എണീറ്റ്, പ്രായമുള്ള ആളാണ്. അങ്ങനെ അവിടെ ചെന്ന് എന്തേ എന്ന് വെച്ചപ്പോ മാറാല കാണിച്ചു ഇതുണ്ട് ചോദിച്ചു. അപ്പൊ ഇയാളാണെങ്കിൽ ആരോഗ്യം ഇല്ലാത്തുള്ളൂ, ഇസ്സത്തിന് ഒരു കുറവുമില്ലാത്ത ഒരു മനുഷ്യൻ. മൂപ്പര് എന്ത് ചെയ്താല് അവിടെ തന്നെ പോയി കുറച്ചപ്പുറത്ത്. എന്നിട്ട് ഇയാളോട് പറഞ്ഞ ഊക്കില് മൂപ്പര് ചെരുപ്പോ കഴിച്ചിട്ട് പോവുകയും ചെയ്യും. അങ്ങനെയല്ല, ചിലപ്പോ ഒരു കമാൻഡിങ് തന്നെ വേറൊരു സാധനമാണ്. ചൂലാണിച്ചു എടുത്ത് തട്ടിക്കള്, എടുത്ത് തട്ടിക്കള് എന്നോട് പ്രശ്നം നിൽക്കൂല. ഉടനെ ഇയാൾക്ക് മറ്റേത് കയറി. ഇയാളന്ന് അതിനെ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്ന് വെച്ചു. അപ്പൊ ഇയാളെ മറുപടി, എനിക്ക് തരുന്നതിനേക്കാട്ടിൽ 500 അധികം ഞാൻ തരാം, നിങ്ങൾ ഇവിടെ പോയി. എനിക്ക് നിങ്ങൾ തരുന്നതിനേക്കാൾ 500 അധികം ഞാൻ തരും, നിങ്ങൾ ഇവിടെ എത്തുമെന്ന് വെച്ചു. അപ്പൊ അയാൾക്കെല്ലാം കൂടി ദേഷ്യം പിടിച്ച ആളവിടെ പോയി. ഞാൻ പറഞ്ഞത് ഒരൊറ്റ ദിവസം ഉണ്ടായ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ പിന്നിലുള്ള ഒരു മെസ്സേജ് ഭയങ്കരമാണ്, ഭയങ്കരം. കാരണം എന്താ പറഞ്ഞാൽ ഇയാൾ ഇവിടെ ഇതിന് നിൽക്കുന്നത് ഒന്നുകിൽ അയാളെ നിവൃത്തികേട് കൊണ്ട്, അല്ലെങ്കിൽ അയാൾ ആ ത്യാഗം സഹിക്കാൻ തയ്യാറായത് കൊണ്ട്, അല്ലെങ്കിൽ രണ്ടും കൂടിയും ഉള്ളത് കൊണ്ട്. മറ്റേ ആൾ ശമ്പളം കൊടുക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി, ആ ശമ്പളം കൊടുക്കുന്ന ആൾ അതുകൊണ്ടാ ചോദിച്ചത് അതിന് അങ്ങക്ക് ശമ്പളം തരുന്നു. അപ്പൊ ഉടനെ ഇയാൾ ഇസ്സത്തുള്ള ആളായതുകൊണ്ടും ഇയാൾക്ക് അതിനുള്ള കരുത്തുള്ളത് കൊണ്ടാണ് ഇയാൾ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ തരുന്നതിൽ 500 അധികം. 500 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ അല്ല, ആകെ 500,000 കൊടുക്കുന്ന സമയത്ത് 500 അധികം ഞാൻ തരാം, ഇവിടെ തോന്നിച്ചു. ഞാൻ മറുപടി, ഇത് നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് കാണാൻ കഴിയില്ലാതെ ഞാൻ പറഞ്ഞു. അതാണ് ഓക്കെ, നമ്മൾ ഇതിലേക്ക് തന്നെ കിടക്കല്ലേ തിരിച്ച്. ചർച്ച ചെയ്യണത് നല്ലതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ആയതുകൊണ്ട്. ലോകർക്കാകെ വഴികാട്ടിയാണ്. ഇനി ആ കഅബാലയത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പറയാണ്, ഫീഹി അതിലുണ്ട് ആയാത്തും ബയ്യിനാത്ത്, വ്യക്തമായിട്ടുള്ള അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളം, ചിഹ്നം. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം മഖാമുണ്ട്. ശരി. ഇപ്പൊ മടവൂര് മാത്രമല്ല മഖാമുള്ളത്, മഖാം എവിടെ ഉണ്ട്? മക്കത്തന്നെ മഖാമുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടാള് പീഡക്കൊലയിൽ ഇരുന്നിട്ട് തർക്കം കൂടിക്കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു ഈ ബറാത്തൊന്നും ഇല്ല. അപ്പൊ മറ്റാള് ഖുർആനിൽ തന്നെ ഉണ്ട്. ഖുർആനിലോ? ഖുർആനില് ബറാത്തുണ്ട് എന്ന പോലെ ഇതിനെ തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒരു തമാശക്ക് പറഞ്ഞതല്ല, ശരിക്കും തന്നെ ഈ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ഖബറാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നിടത്താണ്, അവിടെ ഒരു മഖ്ബറയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മളെ കൂടെ വരുന്ന ആജിമാരിൽ നിന്ന് കിട്ടുന്ന ആ പ്രതികരണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലരത് അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ മഖാം എന്നതുകൊണ്ട് നിന്ന സ്ഥലം എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. 2 നൽകാം. ഒന്ന് കഅബ നിർമ്മാണത്തിന് കയറി നിന്ന സ്ഥലം, ആ ഒരു കല്ല്. അതേസമയം പിന്നെ വേറൊരു അഭിപ്രായത്തിലുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഹാജർ റളിയല്ലാഹു അൻഹയും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മഖാം എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ മഖാം എന്ന് പറഞ്ഞാൽ മെമ്മറി, അതായത് ഒരു ഓർമ്മ സ്ഥലം. ഇപ്പോ നമ്മളെ കടപ്പുറത്തില്ലേ ഗാന്ധി വന്ന് പ്രസംഗിച്ച സ്ഥലം,
അല്ലേ? അതൊരു മക്കാം ഗാന്ധി എന്ന് വേണമെങ്കിൽ പറയും. കാരണം അദ്ദേഹം വന്ന് നിന്ന് അപ്പൊ അതൊരു ഒരു ഓർമ്മ എന്ന നിലയ്ക്ക് അങ്ങനെ നമ്മൾ സഞ്ചാരത്തിനിടയിൽ അങ്ങനെ ധാരാളം മക്കാമുകൾ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരാൾക്ക് തന്നെ 2-3 ഖബറുണ്ട്. ഖബറല്ലത്, മക്കാം. മഖാം ഇബ്രാഹിം ഉണ്ട്. ആരാണോ അവിടെ പ്രവേശിക്കുന്നത്, കാന ആമിന, അവരെന്താണ് അവിടെ നിർഭയനായിരിക്കും. അത് കഅബയുടെ ഒരു പ്രത്യേകതയാണ്, മസ്ജിദുൽ ഹറാമിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടുത്തെ നിർഭയത്വം ഇപ്പോഴും വിസ്മയകരമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ചന്തയൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം നടക്കും അവിടെ. ചന്തയൊന്നും വേണ്ട, ബസ് കയറിയാൽ തന്നെ എന്തെല്ലാം നടക്കും. തോണ്ടലും പിടിക്കലും അമർത്തലും കുത്തലും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അവിടെ ഹജ്ജിന് പോയെന്ന് ഒരാൾ പോലും അങ്ങനത്തെ ഒരു അനുഭവം പറയാറില്ല. ഇപ്പൊ ന്യൂസ് വരാറില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാം ന്യൂസ് അങ്ങനത്തെ ഒക്കെ സെൻസർ ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, നമ്മളൊക്കെ പോയിട്ടു അങ്ങനത്തെ ഒരു അനുഭവം, ഒരു മോശപ്പെട്ട നോട്ടമല്ല, ഒരു തോണ്ടലില്ല, ഒരു വേറൊരു സംഗതി. വനിതകളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത്ര നിർഭയമായ ഒരു കേന്ദ്രമാണ് പൊതുവിൽ, അല്ലെ? അപ്പൊ അവിടെ വേട്ടയാടാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല, സ്വന്തം ബാപ്പാനെ കൊന്ന ആളെ കണ്ടാൽ പോലും അവിടുന്ന് ഒന്നും ചെയ്യില്ല. അത്ര നിർഭയമായ സ്ഥലം. പക്ഷെ ഒരു കുറ്റവാളി അവിടെ പോയിട്ട് ഒളിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒളിച്ചിരിക്കുന്ന ആൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കരുത് എന്നാണ്. അയാൾക്ക് പുറത്തു വരണം. അപ്പൊ അയാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ശത്രുക്കൾ ഈ ഒരു കാര്യത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ആക്രമിക്കാൻ വേണ്ടി അവിടേക്ക് തന്നെ വന്നാൽ കയ്യും കെട്ടി നിൽക്കേണ്ടിയില്ല. പക്ഷെ എന്നാലും ചരിത്രത്തിൽ കഅബ ആദ്യത്തെ ഭവനം എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു മസ്ജിദ്. ആ നിർമ്മാണത്തെ കുറിച്ചൊക്കെ ഒരുപാട് മലക്കുകളാണ് ആദ്യം ഉണ്ടാക്കിയത്. ആദം അലൈഹിസ്സലാമാണ് പിന്നീട് അതിന് അസ്ഥിവാരം പണിതത്. പിന്നീട് അതിന്റെ മുകളിൽ ഇബ്രാഹിം നബി അത് വീണ്ടും പുനർനിർമ്മിക്കുകയാണ് ചെയ്തിരുന്നത് എന്നൊക്കെ അതിന്റെ വാക്കുകളെ തന്നെ വിശദീകരിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. വളരെ വിരലിലെണ്ണാവുന്ന ചില സംഭവങ്ങൾ മാത്രമാണ്. ഒന്ന് ആനക്കലഹം, ആക്രമിക്കാൻ വന്നു, പക്ഷെ അവർ കൈകാര്യം ചെയ്തു. പിന്നീട് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഒരു ഖലീഫ തന്നെ എന്താക്കിയെന്ന് വെച്ചാൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ ബാനുവിനെ പിടിച്ചു കൊണ്ടുപോയി വധിച്ചു. ഇങ്ങനത്തെ സംഭവം. പിന്നീട് ഒരിക്കൽ പിന്നെ ഈ സൗദിയിലെ തന്നെ ഒരു മിലിറ്റന്റ് തീവ്രവാദി ഗ്രൂപ്പ്, ഒരു വഹാബി തീവ്രവാദി മൂവ്മെന്റ് ഒരിക്കൽ അവിടെ ആക്രമണം നടത്തി. പിന്നെ ഒരിക്കൽ ഇറാനിൽ നിന്നെത്തിയ ചില ആൾക്കാർ ആക്രമണം, 4-5 ആൾക്കാർ മരിച്ചു. ഇങ്ങനെയൊക്കെ മൊത്തം പരിശോധിച്ചാൽ തന്നെ വിരലിലെണ്ണാവുന്ന ചില സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോ നിർഭയം തന്നെയാണ് അവിടെ, നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. ഇനിയോ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അള്ളാഹുവിനുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ബാധ്യതയുണ്ട്, അലന്നാസ് മനുഷ്യർക്ക് ഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് നിർവഹിക്കുക. മനിസ്തതാഅ ഇലൈഹി സബീല, അവിടെ എത്തിപ്പെടാൻ കഴിവുള്ളവർക്ക്. ഈ കഴിവ് 3 എണ്ണാണ്. ഒന്ന് തടി, ഒന്ന് മുതല്, ഒന്ന് വഴി. തടിയാലും മുതലാലും വഴിയാലും. ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടാകുന്ന ആൾക്കാർക്കാണ് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. മറ്റാരെങ്കിലും സഹായിച്ചാലൊക്കെ വളരെ പണിപ്പെട്ടും പ്രയാസപ്പെട്ടും ഒക്കെ ഒപ്പിച്ച് തീർക്കാന്ന് മാത്രമേ. പക്ഷെ അവർക്ക് ബാധ്യതയില്ല. ആരോഗ്യമുള്ളവർക്ക് ആ ബാധ്യത. പിന്നെ പൈസ വേണം. ഈ പൈസ അവിടെ ഇടാനല്ല. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ തോനെ പൈസ ഇടണമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ സഹോദര സമുദായത്തിൽ ഒരു കാണിക്ക ഇടലാണ് എന്ന് വിചാരിച്ചിട്ട്. അവിടെ ഒരു കാണിക്കിടലല്ല. വിസക്ക് പൈസ കൊടുക്കണം, ടിക്കറ്റിന് പൈസ വേണം, ഭക്ഷണത്തിന് പൈസ വേണം, ഹോട്ടലിന് പൈസ വേണം. അങ്ങനെ പൈസ ചെലവ് ധാരാളമുണ്ട്. ആ പൈസയും കയ്യിൽ വേണം. പിന്നെ വഴി ക്ലിയർ ആവുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിസ, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള വിമാനം, ഇതൊക്കെ റെഡി ആവണം.
പണ്ടത്തെ കാലത്താണ് വിസയൊന്നുമില്ല, പക്ഷെ കൊള്ള സംഘങ്ങളോ മറ്റോ ഒക്കെ ആയിട്ട് വഴി തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നിർബന്ധം. അതുകൊണ്ടാണ് തടിയാലും മുതലാലും വഴിയാലും കഴിവുള്ള ആളുകൾക്ക് ഹജ്ജിന് അവിടെ ചെല്ലൽ നിർബന്ധ ബാധ്യതയാണ്. എത്രത്തോളം നിർബന്ധമാണെന്ന് വെച്ചാൽ വമൻ കഫറ, ആരെങ്കിലും ഹജ്ജിന് പോയില്ലെങ്കിൽ എന്ന് പറയേണ്ടടുത്ത് അല്ല പറഞ്ഞത് വമൻ കഫറ, ആരെങ്കിലും കാഫറായാൽ എന്ന്. അപ്പൊ പോകാൻ കഴിവുണ്ടായിട്ട് പോകാതിരിക്കുന്നത് കുഫറായിട്ടാണ് എണ്ണീറ്റുള്ളത്. മനസ്സിലാവും. ഒരാൾ ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിരിക്കെ പോകാതിരുന്നാൽ അത് കുഫറായിട്ടാണ് ഖുർആൻ നേർക്ക് നേരെ പറയുന്നത്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹുവിന് എന്തെങ്കിലും വേണ്ടിയിട്ടല്ല ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അള്ളാഹു ലോകരിൽ ഏറ്റവും ആശ്രയം വേണ്ടാത്ത ഐശ്വര്യവാനാണ് എന്ന് മനസ്സിലായിക്കോളും. അപ്പൊ നമുക്കും വേണ്ടി തന്നെയാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ പോകാനുള്ള പൈസ ഉണ്ട്, തടി ആരോഗ്യമുണ്ട്, വിസയും കിട്ടാനുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് വളരെ ഗുരുതരമാണ്. നാളെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കാം, സമ്പത്ത് നഷ്ടപ്പെടാം, മറ്റേതെങ്കിലും കാരണത്താൽ ഹജ്ജിന് പോക്ക് തന്നെ ബ്ലോക്കാവും. അപ്പൊ അതുകൊണ്ട് കഴിവുള്ളതിന്റെ ആദ്യ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? പിന്നെ ആകപ്പാടുള്ള ഒരു പൈസ ഉണ്ട്, ആ പൈസ എടുത്ത് ഹജ്ജിന് പോയാൽ പിന്നെ മൊത്തം കുടുംബവും വീടും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പൈസ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, അതേ ഉള്ളൂ. വീടും സ്ഥലവും ഒക്കെ വിറ്റാൽ കിട്ടുക ആകെ അതാണ്. എന്നാ പിന്നെ അത് വിറ്റ് പോണം, അങ്ങനെയില്ല. കാരണം അയാൾക്ക് പൈസ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തൽക്കാലത്തേക്ക് ഒരു പൈസ വന്നു എന്നേ ഉള്ളൂ. ആ പൈസ ഇതിന് ചെലവഴിച്ചാൽ പിന്നെ മറ്റതൊക്കെ നിൽക്കുകയാണെങ്കിൽ പൈസ ഇല്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ കഴിയും. എന്തിനാണിപ്പോ 2 ഏക്കർ സ്ഥലം? നമുക്ക് താമസിക്കാനുള്ള വീടും ചുറ്റുപാടും ഒക്കെ ഉണ്ട്, കണ്ടമാനം ഭൂമിയുണ്ട്. ഇത്രത്തോളം ഭൂമി എന്തിനാണ്? അപ്പൊ ഒരു ലേശം ഭാഗം വിറ്റാൽ പോകാൻ കഴിയുമെങ്കിൽ ആ പോകുന്നത് തന്നെയാണ് ശ്രേഷ്ഠകരമായ കാര്യം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. പക്ഷെ ഒരു പ്രാവശ്യം പോകലേ അള്ളാഹു നിർബന്ധാക്കിയിട്ടുള്ളൂ. അതും അള്ളാന്റെ ഒരു കാരുണ്യല്ലേ. ശരിക്കും എല്ലാ കൊല്ലവും നിർബന്ധമാണെങ്കിൽ സക്കാത്തൊക്കെ എല്ലാ കൊല്ലം കൊടുക്കണ്ടേ? അങ്ങനെ ഹജ്ജില്ല, ഒരു പ്രാവശ്യം. പിന്നെയും പോവാം, പക്ഷെ നിർബന്ധം. അത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല പോണത്, നമ്മക്കും വേണ്ടിയാണ്. അള്ളാഹു വലിയ ഐശ്വര്യവാനാണ്. അടുത്തത് ഖുൽ, പറയുക അല്ലെങ്കിൽ ചോദിക്കുക. ഇതെല്ലാ ആയത്തിനും ബാധകമാണ് കേട്ടോ ഈ ഖുൽ എന്ന് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാം എത്തിച്ചു കൊടുത്ത വഹി നാട്ടുകാരോട് മൊത്തം പറയുക എന്നൊരു കൽപ്പന എല്ലാത്തിലും ഉണ്ട്. ചില സ്ഥലത്ത് അത് പ്രകടമായിട്ട് പറയും ഖുൽ. കാരണം ഇത് ഞാൻ പറയല്ല, ഇത് അള്ളാഹ് പറയാണ് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്നുള്ള നിലക്കാണ്. മറ്റൊന്ന്, എന്താണോ ആയത്തായിട്ട് ഇറങ്ങിയത് അതിൽ യാതൊരു അക്ഷരവും കൂട്ടുകയും കുറക്കുകയും ചെയ്യാതെ അങ്ങനെ തന്നെയാണ് റസൂല് ഖുൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, ലിമ തക്ഫുറൂൻ, എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്, ബി ആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അല്ലാഹു സാക്ഷിയാണ്. ആരെങ്കിലും വേറെ പറഞ്ഞു കൊടുത്തിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും വേണ്ട. അള്ളാഹ് സ്വന്തം തന്നെ എന്താണ് നിങ്ങൾ പറയണേന്. ആൾക്കാരോട് നമുക്ക് പല ഉതിരും പറയാം, പല ജാതി കാരണങ്ങളും പറയാം. പക്ഷെ അള്ളാഹുവിന് ഇതെല്ലാം അറിയാം. കാരണം അള്ളാഹു നേർക്ക് നേരെ നിങ്ങൾക്ക് സാക്ഷികളാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേദക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും തന്നെ അവർക്ക് അറിയായിരുന്നു എന്ത്, ഇത് അള്ളാന്റെ ദൂതനാണെന്നും ഇബ്രാഹിമിന്റെ പാരമ്പര്യമാണെന്നും. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അവർ അബ്രഹാം എന്ന് പറയുന്ന
ആ അബ്രഹാമിൻ ബലി അർപ്പിച്ച കാര്യമൊക്കെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ ബലി ബൈത്തുൽ മഖ്ദിസിലല്ല നടന്നത്, ഇവിടെയാണ് നടന്നത്. അവരെത്ര മൂടി വെച്ചിട്ടും വളച്ച് തിരിച്ച് പറയാനും വ്യാഖ്യാനിക്കാനും ശ്രമിച്ചിട്ടും അതിൽ നിന്ന് തന്നെ പ്രകടമാണ് മക്കത്തായിരുന്നു അത് ആ ബലി. അപ്പൊ അത് ഇബ്രാഹിം അലൈഹി സ്വലാം മകൻ ഇസ്മായിൽ നബീനെയാണ് ബലിയർക്കാൻ പോയത്. എല്ലാ കാര്യങ്ങളും വ്യക്തമാണെന്നിരിക്കെ, പ്രകടമാണെന്നിരിക്കെ എന്തിനാണ് പിന്നെ അത് നിങ്ങൾ നിഷേധിക്കാൻ പോകുന്നത്? قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا قل പറയുക യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, ലിമ തസുദ്ദൂന, നിങ്ങൾ എന്തിനാണ് തടയുന്നത്, അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന്, മൻ ആമന, ആരാണോ വിശ്വസിച്ചത് അവരെ, തബഗൂനഹ, നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇവജ, വക്രമാക്കാൻ ഉദ്ദേശിക്കുന്നു, വഅൻതും ശുഹദാ, നിങ്ങൾ സാക്ഷികളായിരിക്കെ, വല്ലാഹു വല്ലാഹു വല്ലാ ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. അപ്പൊ അവര് സ്വയം വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, വിശ്വസിച്ചവരെ വക്രതയിൽ പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ചില മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നു. ആ സംഭവം പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്, പുതിയ കാലത്ത് പ്രത്യേകിച്ചും നല്ലതാണ്. ഷാസ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്താ പേര്? അയാള് എന്താ ചെയ്തറിയോ? അയാളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കുറെ ആൾക്കാർ വർത്താനം പറയും. എങ്ങനത്തെ വർത്താനം? നല്ല സൗഹൃദമുള്ള വർത്താനം. അപ്പോ ആ സൗഹൃദമുള്ള വർത്താനം പറയുന്ന ആൾക്കാരെ മൂപ്പർ ഒന്നുകൂടി നോക്കി. അതാരാന്നറിയോ? ഔസ് ഗോത്രത്തിൽപ്പെട്ടവരും ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടവരും ഉണ്ടായില്ലേ സൗഹൃദത്തിൽ വർത്താനം പറയും. ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാല് തമ്മിൽ കണ്ടലടിയും, ഒരു കാലത്ത് കണ്ടപ്പടിയും, എന്തെങ്കിലും കാരണം പറഞ്ഞാൽ കൊല്ലങ്ങളോളം സംഘർഷത്തിലായി, അറിയപ്പെട്ട ശത്രുക്കളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അവരെന്താക്കിയത്? ആദർശത്തിന്റെ പേരിൽ ഒന്നാക്കി. നിങ്ങളെ ഗോത്രവും വ്യവസ്ഥയും സംഗതി കടക്കട്ടെ, നിങ്ങളെല്ലാവരും ബരി അല്ലഫ ബൈന ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹു എന്താക്കി? ഇണക്കി. അല്ലഫ, ഇണക്കി. അപ്പൊ അവരെ ഇണക്കി സഹോദരന്മാരാക്കി വിട്ടതാണ്. അങ്ങനെ ഈ സഹോദരന്മാരിരുന്നിട്ടാണ് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണത്. അപ്പൊ ഇദ്ദേഹം ഒരാളെ വിളിച്ചിട്ട് ഈ ബുആസ് യുദ്ധത്തെ കുറിച്ച് ഓർമ്മയില്ലേ? ബുആസ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ നടത്തിയ ഘോര യുദ്ധമാണ്. അതിൽ ആരാ ജയിച്ച് എന്ന് ചോദിച്ചാൽ രണ്ടു കൂട്ടരും അവകാശപ്പെടും, ഞങ്ങളാ ജയിച്ച്, ഞങ്ങളാ ജയിച്ചു. അപ്പൊ നമ്മളെ ചില സംവാദമൊക്കെ അല്ലേ, വാദപ്രതിവാദം, ഞങ്ങൾ ജയിച്ചു എന്നാകും. അപ്പൊ രണ്ടു കൂട്ടർക്കും പറയാൻ വീരകഥകൾ ധാരാളം. ഈ ഷാസ് ബിൻ ഖൈസ് മറ്റൊരാൾ പറഞ്ഞു, ആ ബുആസ് യുദ്ധത്തിന്റെ കഥയൊക്കെ ഒന്ന് പോയി പറഞ്ഞാലാണ് ഇരിക്കുന്ന കൂട്ടത്തിൽ. അപ്പോ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്തായാലും യുദ്ധം ഖസ്റജ് ഗോത്രം ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ ഇത് അപ്പുറത്തിൽ മറ്റേ ഗോത്രല്ലേ, ഹൗസ് ഗോത്രത്തിൽ ആൾക്ക് കത്തുമല്ലോ, എന്ത് ഖസ്റജ് ഹൗസിൽ ഭയങ്കര സംഭവമല്ലേ, ഇന്ന ആൾക്കാർ എന്തായാലും. മറ്റേ ആള് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, കയ്യിന്ന് പോയി എന്ന് പറഞ്ഞാല് ഇവര് പഴയ ബുആസ് യുദ്ധത്തിന്റെ വീര കഥകൾ പറയാൻ തുടങ്ങി. അപ്പൊ അവിടെ സൗഹാർദ്ദത്തിൽ ഐക്യപ്പെട്ട് ഒന്നിച്ച് കഴിഞ്ഞിരുന്നവരെന്തായി? വേർതിരിഞ്ഞിട്ട് എന്നാ ഇറങ്ങിടാന്നാണ്. അന്ന് മാത്രമല്ല, എന്നും കഴിയുന്നതാണ്. അവിടെ ഒരു മൈതാനുണ്ട്, ആ മൈതാനത്തിലേക്ക് അവര് പോണ്. എന്തിനാണ് അറിയോ? യുദ്ധം. ഇവരാരോ പാഞ്ഞു പോയി നബിനോട് പറഞ്ഞു. നബി ഉള്ള സമയമാണ്. വിശ്വാസെല്ലാം പാഞ്ഞു അവരുടെ ഇടയിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്നെയും ജാഹിലിയത്തിലേക്ക് പോകണോ? നിങ്ങൾ മനസ്സ് അണങ്ങിയതല്ലേ, നിങ്ങൾ ഇസ്ലാം നിങ്ങൾ ഒന്നിപ്പിച്ചതല്ലേ, നിങ്ങൾ ഒന്നല്ലേ, നമ്മളെല്ലാരും ഒന്നല്ലേ, നിങ്ങൾ എന്താ എങ്ങനെയെന്ന് ചോദിച്ചിട്ട് അവരെ യോജിപ്പിച്ചു.
അപ്പൊ അവർക്ക് പഴയ കാര്യത്തിൽ പശ്ചാത്താപം തോന്നി, അതിനുവേണ്ടി കെട്ടിപ്പിടിച്ചു, കരയാൻ തുടങ്ങി. അറബികൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, തെറ്റാണെന്ന് തോന്നി അവർ ഉടനെ ആവും. നമ്മളെ മാതിരിയല്ല, ഭയങ്കര സ്നേഹം ഉമ്മക്കും ഒക്കെ ആയിട്ട് ഇതായിരുന്നു. അങ്ങനെ അവർ യോജിച്ചു. ഇതാണ് ഈ ചങ്ങാതി ചെയ്ത പണി. പഴയ കഥ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ രാജ്യത്തിന്റെ പൊതു ശത്രുവിനെതിരെ നമ്മളെല്ലാവരും യോജിക്കണം, ഒന്നാവണം, ഐക്യപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ ഒന്നാക്കി പരമാവധി ഐക്യപ്പെട്ട് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ നടത്തി നമ്മളിങ്ങനെ ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരുത്തം വന്നിട്ട് പറയും, കൊട്ടപ്പുറം സംവാദം ഓർമ്മ ഉണ്ടോ? തോറ്റു പോയതല്ലേ അന്ന്? ആരാ തോറ്റ കൊട്ടപ്പുറം സംവാദത്തിൽ? നിങ്ങൾ തന്നെയല്ലേ തോറ്റ്? അങ്ങോട്ടും ഇങ്ങോട്ടും. അതോടുകൂടി നമ്മളിപ്പോ ഒന്നിച്ചിരിക്കുകയാണെന്നും ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ യോജിച്ചു എന്നും നമ്മൾ ഒറ്റ സഫാണെന്നും നമ്മൾ ഒറ്റ അമീറിന്റെ കീഴിലാണ് ഹജ്ജ് ചെയ്തതെന്നും, ഹജ്ജ് ചെയ്യുമ്പോ ഷാഫിയോ മാലിക്കോ അനഫിയോ എന്നാലും നോക്കുമോ? ഒരുത്തം മാത്രം നിസ്കരിക്കില്ല. എന്താ ഓ മറ്റേ മദ്ഹബാ ഇങ്ങനെ ആരും പറയോ? അങ്ങനെ പറയണ പിന്നെ ആളെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ പെരുന്നാൾ കഴിക്കുമ്പോൾ പോലും ചില ആൾക്കാർ കണക്ക് നോക്കിയിട്ട്, ചില ആൾ ആകാശത്ത് നോക്കിയിട്ടൊക്കെയാണ്. അവിടെ അർഫയിൽ വെക്കാൻ നേരത്തെ എന്റെ കണക്ക് ഒത്തിയില്ല, ഞാൻ നാളെ വരില്ല അർഫയിൽ താരം പറയോ? ഇല്ല, അവിടെ എല്ലാവരും ഒന്നാണ്. അപ്പൊ ഒന്നിച്ച് കഴിയുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരേ തവാഫ് ചെയ്ത് ഒരേ ഹറമിൽ ഒരേ ഇമാമിന് നിസ്കരിച്ച് റൂമിൽ വന്ന് തിരിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാ? നിങ്ങളെ അക്കീദ ശരിയില്ല, നിങ്ങളെ തൗഹീദ് ശരിയില്ല, നിങ്ങൾ അക്കീദയിൽ പഴിച്ചുപോയി, മറ്റോ തൗഹീദ് വൈപോയി, ഇപ്പം ഗാഫറായിപ്പോയി, മറ്റോ ഖുറാഫി, മറ്റോ മുബത്തദി. ഈ പണി ശരിക്ക് ആരാ എടുക്കണമെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഷാസ്ബിൻ കൈസുമാരെ പോലുള്ള ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് വരുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണോ? ഓരോട് പറയണോ, കുഞ്ഞു പോലെ അവർക്കുള്ള സ്റ്റോപ്പ് ഇതല്ല, ഇഞ്ചി പൊയ്ക്കോ എന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ആവത് നമ്മൾ എന്ന് നേടുന്നോ അന്നാണ് നമുക്ക് അള്ളാന്റെ റസൂല് തന്ന ആ സ്നേഹവും ഐക്യവും ഒരുമയും ഉണ്ടാവുള്ളൂ. ഇല്ല, നമ്മൾ എന്തോ ഒരു ആവശ്യത്തിന് യോജിച്ചു, പൗരത്വം വന്നപ്പോ എല്ലാവരും കൂടി യോജിച്ചു, പൗരത്വ പ്രക്ഷോഭം നമ്മളെല്ലാവരും യോജിച്ചു, വഖഫ് കൊണ്ടുപോകണേന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി യോജിച്ചു. അങ്ങനെ യോജിച്ച് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ചങ്ങായി വരിക, പഴയതൊക്കെ ഓർമ്മാക്കുക. അപ്പോ ഈ സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് എന്തിനാണ് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ വക്രമാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹു കാണുന്നുണ്ട് എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് ഈ പണിയെടുക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഹജ്ജിന് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ പ്രാവശ്യം? നമ്മളെ മഹല്ലിൽ നിന്ന് തന്നെ രണ്ടാളുള്ളൂ അല്ലേ? അപ്പൊ അത്രയും കുറവാ പ്രാവശ്യം? കേട്ടെടുത്തോളൂ അല്ലേ? വളരെ കുറവാണല്ലോ അപ്പൊ പ്രാവശ്യം. മൊത്തത്തിൽ ആള് കുറവായിരിക്കും ഇപ്പൊ അവിടെ പോയാല്. കക്കോടിന്ന് രണ്ടാളേ ഉള്ളൂ എന്ന് പറഞ്ഞാല് കക്കോടി പ്രധാനപ്പെട്ട ഒരു സ്ഥലല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ അൽഹംദുലില്ലാഹ് പോകാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊന്നും പോകാൻ കഴിയുണ്ടാവില്ല എന്ന് ഒരാളും വിചാരിക്കരുത്. എനിക്കതാ പറയാനുള്ളത്. പോകാൻ എനിക്കൊന്നും എന്തായാലും പോകാൻ കഴിയുണ്ടാവില്ല, ഞാൻ വെറുതെ അതിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് ആരും വിചാരിക്കരുത്. പോകാനുള്ള ആഗ്രഹവും അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും. നമ്മൾ ആലുംബ്രാനിൽ തന്നെ പഠിച്ചില്ലേ, സക്കരിയ അലൈഹിസ്സലാം കുട്ടി ഉണ്ടാവാൻ വേണ്ടി അള്ളാഹിനോട് ദുആ 120 വയസ്സുണ്ട്. ഭാര്യയാണെങ്കിൽ പ്രസവിക്കേണ്ട സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബയോളജിക്കലായിട്ട് ഒരു പെണ്ണിന് പ്രസവിക്കാനുള്ള അവസരം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് കുട്ടിനെ തരണം. വീട്ടിലേ അതെന്തിനാ നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ ഓല കഥ പറയാനല്ല. അള്ളാഹിനോട് നമ്മള് അങ്ങോട്ട് ചോദിക്കുക, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ട് അല്ല ചോദിക്കേണ്ടത്. നമ്മക്ക് കഴിയാത്തതൊക്കെ അള്ളാഹ്ക്ക് കഴിയും എന്ന വിചാരത്തിൽ തന്നെ ചോദിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്.
അത് ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യം മാത്രമല്ല കേട്ടോ. ചില ആൾക്കാര് ഒരിക്കലും തെറ്റ് നന്നാവൂലെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു നോക്ക്, ഏതോ ഒരു പോയിന്റിൽ അതങ്ങ് റെഡിയാവും. ഇന്ന് പോകേണ്ട ഒരു കല്യാണത്തിന്, ഇന്നെങ്കിൽ പ്രോഗ്രാമിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി പോയി. അവിടെ പോയി നോക്കുമ്പോൾ തറവാട്ടിൽ നിന്നാണ് കല്യാണം. 2 ആളവിടെ താമസമുള്ളൂ. അമ്മയും വാപ്പയൊക്കെ മരിച്ചുപോയി. എന്നിട്ട് ഓനെവിടെ, ഓനും ഓൻ്റെ അനിയനുമാണ് താമസം. അനിയൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അനിയൻ കുറച്ച് ദിവസം മുമ്പേ കങ്ങിപ്പോയതാണ്. ഒരേ കല്യാണം നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏട്ടന്റെ മോള് പറഞ്ഞാൽ സ്വന്തം മോളല്ലേ, മോളെ കല്യാണം നടക്കുകയാണ്. അപ്പോ 2 ആള് മാത്രം താമസിക്കുന്ന വീട്, ഒരു ഭാര്യയും മക്കളും ഉണ്ടാകും. ഈ കല്യാണത്തിനോടനുബന്ധിച്ച് അനിയനും കുടുംബവും പണിയും പോയി. വേറെ എവിടെ താമസിക്കാതെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ആളൊക്കെ പോയി തക്കാരം കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സങ്കടകരമാണ്. ഞാൻ ചോദിച്ചു ഇനി പോയി വിളിച്ചില്ലേ, ഞാൻ പിന്നെയും പോയി വിളിച്ചു. എന്ത് ചെയ്യാനാണ്? അവന് വലിയ സങ്കടത്തില്ല. എന്തെല്ലാം ധാരാളം 2 ആളെത്തുണ്ടോ, ഞാൻ എന്റെ സംഗതിയിലൊക്കെ അല്ലേ പോണത്. പക്ഷെ അതൊക്കെ പക്ഷെ അതിലും ഞാൻ പറഞ്ഞു, നിരാശപ്പെടാതെ അള്ളാഹിനോട് പറയാം, നന്നായിട്ട് പറയാം. ചിലപ്പോ എന്റെ കല്യാണം നടക്കുമുണ്ടാവും, കുട്ടികളെ കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്ന് ഇപ്പളാ വരാൻ കണ്ട് എന്ന് ചോദിക്കരുത്. അത് ചോദിക്കരുത്. വന്നാ ഉടനെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഉടനെ ഒരാൾ വന്ന് എപ്പോഴെങ്കിലും നമ്മോട് ചോദിച്ചു പോയി, അത് നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു, ഇപ്പളാ പൊരുത്തപ്പെടാന്ന് ചോദിക്കരുത്. പറഞ്ഞോ, ഉടനെ കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യണം? സ്വീകരിച്ചേക്കണം. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക, അവന് തരാൻ പറ്റാത്ത ഒന്നും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ